ഹായ് ഹലോ. അപ്പം എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏതാണ്, എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ആട്ടോ ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ മുന്നിട്ടിട്ടുണ്ട്, പോയി എല്ലാവരും കാണാം. അങ്ങനെ ഞാൻ ചെയ്യുന്നത് ബോട്ടോപ്ലാസ്റ്റിയ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്. ഇതാണ് എൻ്റെ മുന്നത്തെ ഹെയറിൻ്റെ അവസ്ഥ. അങ്ങനെ 3 തവണ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുടി ഫുള്ള് ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ ഞാൻ മിടിക്ക് കുട്ടിയിട്ട് അനങ്ങാണ്ട് അവിടെ ഇരുന്നു. ഇത് ചെയ്യുന്നത് കൊണ്ട് മുടിക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്ലിറ്റ്നെസ് ഒക്കെ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഫോള് ഉള്ളതുണ്ടാകും, പക്ഷേ കൂടുതലായിട്ട് നമ്മുടെ മുടിയിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ കാണുമ്പോഴായാലും നല്ല സ്മൂത്തായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. ഈ ഒരു ട്രീറ്റ്മെന്റിന് മിനിമം വരുന്ന ചാർജ് 6000 രൂപയാണ്. ഈ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ പൊതുവേ കേട്ടിട്ടില്ല. ഈ ഒരു പേര് ബോട്ടോക്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ബോട്ടോപ്ലാസ്റ്റിയ എന്ന് പറഞ്ഞ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. അപ്പോൾ നിങ്ങളും ആദ്യമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലോങ് ആയിട്ട് പറയുന്നത്. അങ്ങനെ അവരെ ക്രീമൊക്കെ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ സ്ട്രെയിറ്റ് ആക്കി അങ്ങനെ എൻ്റെ തല ഫുള്ളി കവറിൻ്റെ അകത്താക്കി ഗൈസ്. അങ്ങനെ ഒരു 1.25 മണിക്കൂറിന് ശേഷമാണ് ഇത് അഴിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നിശ്ചയിച്ച് എനിക്ക് സാൻഡ്വിച്ച് ഒക്കെ തന്നു കേട്ടോ. പിന്നെ എസ്പെഷ്യലി പറയേണ്ട കാര്യമാണ് അവരുടെ കസ്റ്റമർ സർവീസ്. ഞാൻ അവിടെ ഡെമോയ്ക്ക് വേണ്ടി പോയതാണെങ്കിലും അവരവരുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇത്തിരി ലാഗായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ലാഗാക്കി വിട്ടിരിക്കുന്നത്. 1.25 മണിക്കൂറിന് ശേഷം ആ തലേത്തെ സാധനം കഴിച്ചിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പിന്നെയും ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്, കാരണം ആ ക്രീം തലേന്ന് ഇപ്പോഴും കളഞ്ഞിട്ടില്ല. ഈ ടൈമിൽ മുടി തൊടുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, ഞാൻ മുന്നത്തെ പാർട്ടിൽ പറഞ്ഞ പോലെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നില്ല അവസാനം മുടി എങ്ങനെയാവും എന്നുള്ളത്. പക്ഷേ ആ ഒരു പേടിയൊന്നും അത് കഴിഞ്ഞപ്പോൾ എനിക്കില്ലായിരുന്നു കേട്ടോ. തൊടാനായാലും കണ്ടിരിക്കാനായാലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവസാനം ഇതുപോലെ ഗൈസ് എൻ്റെ മുടി, എൻ്റെ മുന്നത്തെ മുടിയും ഈ മുടിയും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ വിങ്സ് ട്യൂഷൻ സെന്ററിന് ബാക്കിലായിട്ട് വലാൻഷ്യ സലൂണാണേ. ഇതാണ് നമ്മുടെ നിശ്ചയിച്ച്. ഈ ചേച്ചിയുടെ സലൂണാണ് കേട്ടോ ഇത്. ഈ ഒരു ചേച്ചിയും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാൾട്ടിയും കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരും എനിക്ക് ഈ ഒരു അവസരം തന്നത്. ഇഷ്ടായി. അടിപൊളി അടിപൊളി. I'm the last one to die.